രാജ്യസഭാ MP A റഹീമിന്റെ ഇംഗ്ലീഷ് കേട്ട് മണ്ടറടിച്ചിരിക്കുകയാണ് സി പി എമ്മുകാർ തന്നെ. കാരണം LLBയും ഡോക്ടറേറ്റും പിന്നെ ബിരുദാന്തര ബിരുദം LLB ഡോക്ടറേറ്റ് ജേർണലിസത്തിൽ ഡിപ്ലോമ ഇത്രയും എടുത്ത ഒരു മനുഷ്യന് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് പോലും പറയാൻ അറിയില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പൊ സഹാക്കന്മാര് പോലും ചോദിക്കുന്നത്. അറിയില്ലെങ്കിൽ എന്തിനാണ് പാർട്ടിയെ നാട്ടിക്കാനായി നീ അവിടെ ചെന്ന് ഇത് പറയാൻ പോയത് എന്നാണ് ഇപ്പോൾ പാർട്ടി തന്നെ ചോദിക്കുന്നത്. ഇപ്പോൾ ഭാഷാ പരിമിതി അത് നമുക്ക് ആരെയും കുറ്റം പറയാൻ കഴിയില്ല. ഇംഗ്ലീഷ് അറിയാത്തവരായി ഒരുപാട് പേരുണ്ട്. ഇംഗ്ലീഷ് അറിഞ്ഞാലേ വലിയ പണ്ഡിതനാകൂ എന്നൊന്നുമില്ല. പക്ഷേ അല്പം ബുദ്ധിക്കൊരു ഇത് വേണ്ടേ? താനൊരു MP ആണ്, താൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് എടുത്തിട്ട് അലക്കാൻ ഒരുപാട് പേര് ഇവിടെ കാത്തു നിൽപ്പുണ്ട്. അത് പാർട്ടിയെ തന്നെ നാറ്റിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തനിക്ക് അറിയാവുന്ന ഭാഷകൾ താനങ്ങ് പറഞ്ഞാൽ മതി എന്ന് ചിന്തിച്ചാൽ പോരെ. പക്ഷെ ഇല്ല, ആളായി ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിക്കേ വേണം, പാർട്ടിയെ നാണം കെടുത്തേ വേണം. ഓടിപ്പിടിച്ച് കർണാടകയിൽ പോയി മൊത്തം ഇപ്പൊ ഇതൊക്കെയാണ് ഇപ്പോ പിന്നെ ആളുകൾ എടുത്തിട്ട് ട്രോളി കൊല്ലുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഭാസ്കരൻ നായർ അദ്ദേഹം സ്ഥിരമായി ഈ ഫേസ്ബുക്കിലൊക്കെ തൻ്റെതായ നിലപാടുകൾ വ്യക്തമാക്കുന്ന ആളാണ്. അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: രാജ്യസഭാ MP A റഹീമിന്റെ ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യ വാഗ്ധോരണി കേട്ട ബാംഗ്ലൂരിലെ വീട് പോയ ബംഗ്ലാദേശി ബുൾഡോസർ തന്നെയായിരുന്നു ഇതിലും ഭേദം. പിന്നെ തൃശൂർ കേരളവർമ്മ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് മേധാവിയും പ്രിൻസിപ്പളുമായിരുന്ന ബിന്ദു ടീച്ചറും ഡോക്ടറേറ്റ് നേടിയ ചിന്തോ ജെറോമും കൂടാതെ IAS കാരിയാകാൻ മോഹിച്ച് മേയറായി തൻ്റെ സ്വപ്നം കരിയിച്ച ആ മേഡം കുഞ്ഞുബാബയും ഇങ്ങനെ തന്നെയല്ലേ ഇംഗ്ലീഷ് പറയുന്നത്. പിന്നെ റഹീം പറഞ്ഞതിൽ മാത്രം എന്താ പ്രശ്നം? അയാളുടെ പേരാണോ നിങ്ങളുടെ പ്രശ്നം എന്ന കമന്റ് വന്നാലോ ബാല, ഇങ്ങനെയാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ വന്ന കമന്റ് ഇതാണ് കേരളം ഉയർത്തി കാണിക്കുന്നത് 100% സാക്ഷരത. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു ഇന്നത്തെ സാധാരണ മലയാളിക്ക് അവൻ്റെ പേരെഴുതാൻ പോലും അറിയില്ല. എങ്കിലെന്താ 100% പാസ്. പിന്നെ തിരുവനന്തപുരത്തെ പാചകറാണി അമ്മച്ചി തൻ്റെ വക്കീൽ കടയിലൂടെ കമ്മികൾക്കൊക്കെ LLB സപ്രിക്ക് ടിക്കറ്റ് കൊടുക്കുന്നത് കൊണ്ട് അതിൽ കുറെ എണ്ണത്തിന് LLBയും കിട്ടി. പിന്നെ ഇവിടെ കുറെ ഡോക്ടർമാരുമുണ്ട്. വാഴക്കുലയും ഒക്കെ തലയിൽ ചുമ്മി നടക്കുന്ന, വാ തുറന്ന് പുറത്തു വരുന്ന ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ തദൈവ. കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ സ്കാം എന്നത് CPM നേതാക്കളുടെ LLB ആണ്. റഹീം, ശിവൻകുട്ടി, സ്വരാജ് എന്ന് തുടങ്ങി ഒരു ഇംഗ്ലീഷ് വാചകം ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ സംസ്കരിക്കാൻ അറിയാത്ത സകല CPM നേതാക്കൾക്കും LLB ഉണ്ട്. എല്ലാവരും തിരുവനന്തപുരത്ത് നിന്നാണ് പഠിച്ചിറങ്ങിയതും. ഇംഗ്ലീഷിൽ ഒഴുക്കോടെ സംസാരിക്കാൻ പ്രാവീണ്യമല്ലാത്തത് തെറ്റുകുറ്റമേ അല്ല. പക്ഷേ വി വിൽ ഓൺ എന്നും മേക്ക് എ അഡൽട്ട് എന്നും പറയുന്നത് ശുദ്ധ പൊട്ടത്തരം തന്നെയാണ്. വവൽസിനെ പറ്റിയും ടെൻസുകളെ പറ്റിയും പഠിക്കേണ്ടത് സ്കൂളിൽ നിന്നാണ്. പിന്നെ ആ മണ്ടത്തരം പറഞ്ഞത് വിദ്യാഭ്യാസമോ ലോകപരിചയമോ ഇല്ലാത്ത ഒരു കൂപമാണ്ഡുകമല്ല. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു എന്ന് പരക്കെ വിശ്വസിക്കുന്ന LLB കഴിഞ്ഞ് അഡ്വക്കേറ്റ് എന്ന ലേബലിൽ അറിയപ്പെടുന്ന എത്രയോ വർഷങ്ങളായി പാർലമെന്റിനായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് പരന്ന വായന ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള, അതും പ്രബുദ്ധ കേരളത്തിൽ ജനിച്ചു വളർന്ന് വിദ്യാഭ്യാസം നേടിയ ഒരാളിൽ നിന്നുമാകുമ്പോൾ അറഞ്ചം പുറഞ്ചം ട്രോള് കിട്ടും സാർ. പരിഭവിച്ചിട്ടും ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ മാത്രമാണെന്ന് കാണ്ടം എഴുതി മറിച്ചിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ ആ ബബ്ബ മുഴുവനും കേട്ടിരിക്കാൻ പോലും സാധിക്കാത്ത വരിതം ഒരളിഞ്ഞ വീലായിരുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരത്തെ പറ്റി മാലോകർക്ക് ഒരിക്കൽ കൂടി മനസ്സിലായത് മിച്ചം. എന്തായാലും കഷ്ടം. ഇങ്ങനെയാണ് പല കമന്റുകളും. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ വീണ വിദ്യാക്കി LLB-കാരൻ റഹീം, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, പക്ഷെ ദുഃഖത്തിന്റെ ഭാഷ അറിയാം. ആ ഇംഗ്ലീഷ് ചിരി കടന്നു പോയിരുന്നു സോഷ്യൽ മീഡിയ. 10 ലക്ഷം വ്യാജ ഡിഗ്രികളാണ് വിതരണം ചെയ്തത്. നമ്പർ 1 ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ശരി. A റഹീം എന്ന വ്യക്തിയുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിമിതികളല്ല ഇവിടുത്തെ വിഷയം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ BAയും MAയും നേടുകയും സഹാവ് ലക്ഷ്മി നായരുടെ ലോ അക്കാദമിയിൽ നിന്ന് LLB ബിരുദം നേടുകയും ജേർണലിസത്തിൽ ഡിപ്ലോമ നേടുകയും ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരാളുടെ ഇംഗ്ലീഷ് ഭാഷ
എങ്ങനെയാണ് എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ സ്കാം സഹാക്കളുടെ പേരിൽ ഒപ്പം സഹാവ് ലക്ഷ്മി നായർ കൊടുക്കുന്ന LLB ആണ്. വന്ന കമന്റാണിത്. രാജ്യസഭ MP DYFI അഖിലേന്ത്യാ പ്രസിഡന്റുമാകുമ്പോൾ കേരളത്തിന് പുറത്തുള്ളവരുമായി നിരന്തരമായ ആശയ സംഭാഷണങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്ന സഹാവിന്റെ ഇംഗ്ലീഷ് ഇതുപോലെ ക്യാൻ യു ദി ഗവൺമെന്റ് ഓഫ് കർണാടകയാണെങ്കിൽ ഓൾ കേരളത്തിന് പുറത്തുള്ളവരുമായി യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല എന്ന് തന്നെയാണ്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ തൊട്ടുപിറകിലുണ്ടായിരുന്ന സ്ത്രീ പുവർ പീപ്പിൾ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ റഹീംജി അതുപോലും മനസ്സിലാക്കാതെ പ്യുവർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. TV9 കന്നഡ ന്യൂസിൽ മലയാളി MP അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന കർണാടകക്കാരായവർക്ക് എന്ത് അഭിപ്രായമാണ് മലയാളികളെക്കുറിച്ചും അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഉണ്ടാവുക? കണ്ടിരിക്കുന്ന മുഴുവൻ മലയാളികളുടെയും തൊലിയൊരിച്ചു കളഞ്ഞു വെഞ്ഞാറമ്മൂട് ചെഗുവേര. അതുകൊണ്ട് റഹീം സഹാബിനോട് ഒന്നേ പറയാനുള്ളൂ, മേലിൽ അലുവ വാങ്ങാനാണ് കേരളം വിട്ടുപോകരുത്. അതായത് മൊത്തം നാറ്റിച്ചിരിക്കുകയാണ്. BA പാസ്സാകാത്തവന് MAക്ക് അഡ്മിഷൻ കൊടുത്തതിന് സ്മരിച്ചവരാണ്. ലക്ഷ്മി V നായരുടെ ഉളുപ്പില്ലാത്ത കുറേ ഷോ ഇന്ന് രാത്രി കൈരളി TVയിലുണ്ട്. പഠിപ്പ് മുടക്കിയും പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തി ഒപ്പിച്ചെടുക്കുന്ന ഡിഗ്രി നമ്മൾ ഉദ്ദേശിച്ച ഫലം തരില്ല മാഷേ. അതിന് നമ്മുടെ വിദ്യാഭ്യാസത്തെ കുറ്റം പറയരുത്. ഒരു ഗമയ്ക്ക് പേരിനൊപ്പം LLB ഉണ്ടെങ്കിൽ തടി കേടാതെ രാഷ്ട്രീയം കളിച്ച് രാജകീയമായി ജീവിക്കാം. അതില്ലാത്തവർ അടിമകളായ അണികൾ പോസ്റ്റർ ഒട്ടിക്കാനും അടിച്ച് തകർക്കാനും രക്ഷാപ്രവർത്തനത്തിനും ആള് വേണ്ട. ആരും പൊട്ടന്മാരായി ജനിക്കുന്നതല്ല. സഹാവ് ലുട്ടാപ്പിയെ പോലുള്ളവർ അങ്ങനെയായി തീരുന്നതാണ്. ജോറായ ലുട്ടാപ്പി റഹീമിന് ഇംഗ്ലീഷ് ജോറായ ഇങ്ങനെ പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. MA BA MA LLB ഡിപ്ലോമ PhD ഇത്രയുള്ള ഒരു മനുഷ്യന്റെ ഗതികേടാണ്. ഒരിക്കലും ഇംഗ്ലീഷ് അറിയില്ലാത്തതിനെ ഇംഗ്ലീഷ് അറിയുന്നവരെ വെച്ച് താരതമ്യം ചെയ്ത് ഞാൻ ഒരിക്കലും റഹീമിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല. ഭാഷാ പരിജ്ഞാനമൊക്കെ ഓരോരുത്തരുടെ ലെവൽ വെച്ചാണ്. ചിലർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയും, ചിലർക്ക് എത്ര പഠിച്ചാലും അത് ഇതാവണമെന്നില്ല. കാരണം നമ്മൾ സ്ഥിരമായി സംസാരിക്കുന്ന മലയാളമാണ്. പിന്നെ മലയാളം പുസ്തകങ്ങൾ വായിക്കുമ്പോഴും മലയാളത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നവർ ഒരുപക്ഷെ ഇംഗ്ലീഷിനെ പെട്ടെന്ന് അവഗ്രഹിച്ചെടുക്കണം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളാരും 100% ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുമല്ല. മുറി ഇംഗ്ലീഷും പൊടി ഇംഗ്ലീഷും ഒക്കെ വെച്ച് തട്ടി മുട്ടിയൊക്കെ പോകുന്നവരാണ്. നന്നായി സംസാരിക്കുന്നവരോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. സംസാരിക്കാത്തവരടുത്ത് ബഹുമാനക്കുറവുമില്ല. പക്ഷേ നമുക്കറിയാവുന്ന ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ പോരെ എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന ഭാഷ നമ്മൾ സംസാരിച്ചാൽ പോരെ എന്നുള്ളതാണ്. ഇപ്പോൾ കർണാടകയിൽ പോയി ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് അത് അവർക്ക് മനസ്സിലായില്ല എങ്കിൽ അത് നിങ്ങൾ പറയുന്ന രീതിയിൽ അവിടെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കി തൂത്ത് വാരി ട്രോളി എന്താ പറയുക വലിച്ചു കീറി ഒട്ടിക്കേ ചെയ്യുള്ളൂ. അതാണ് റഹീമിന് സംഭവിച്ചത്. അതേ ഇന്നലെ പറയുന്നത് കണ്ടു. ഞാൻ അവിടെ ചെന്നിട്ട് 200 വീടുകൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തിയത് കണ്ടു. എൻ്റെ ഭാഷയല്ല ഞാൻ അപ്പോൾ നോക്കിയത്. എനിക്ക് ജനങ്ങൾ എൻ്റെ സങ്കടം ഞാൻ എങ്ങനെ ബോധിപ്പിക്കുമെന്നാണ് ഞാൻ നോക്കിയത്. തീർച്ചയായിട്ടും താങ്കൾക്ക് സങ്കടം ഉണ്ടാവും. പ്രത്യേകിച്ച് കർണാടകയാണ്, അവിടെ കോൺഗ്രസ് ആണ്. മുസ്ലിങ്ങളെയൊക്കെ ഇത്തരത്തിൽ നമ്മൾ മുസ്ലിങ്ങളെ ഇതാക്കി പറയുന്നതല്ല. ഹിന്ദുക്കൾ എവിടെ വേദനിച്ചാലും അല്ലെങ്കിൽ അമുസ്ലിങ്ങൾ എവിടെ വേദനിച്ചാലും ദുഃഖമില്ലാത്ത റഹീമിന് മുസ്ലിങ്ങളായ സഹോദരങ്ങൾ അവരെ ഇടിച്ചു നിരത്തുമ്പോൾ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, താങ്കൾക്ക് രോദനമുണ്ടാവും. പക്ഷേ ആ രോദനം താങ്കളുടേതായ ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കിച്ചാൽ മതിയായിരുന്നു. ഈ ബബ അടിച്ചു പോയതല്ലേ താങ്കൾക്ക് കിട്ടിയ 8ന്റെ പണി. ഇനി താങ്കളുടെ ബ്രിട്ടാസൊക്കെ കടിച്ച പൊട്ടാത്ത ഇംഗ്ലീഷൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ നിലവാരം എത്രയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. റഹീമിൻ്റെതും കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പല നേതാക്കളുടെയും നിലവാരം എത്രയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾക്ക് അറിയാവുന്ന ഭാഷയിൽ കൃത്യമായി പറഞ്ഞിരുന്നുവെങ്കിൽ അതിൽ അഭിമാനം കൊള്ളേണ്ടതിന്റെ ആവശ്യകതയുള്ളൂ. ഇല്ലാത്തത് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ ഈ ട്രോൾ ഉണ്ടാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.